Hi students, welcome to a lecture series of quantum mechanics. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ അപ്ലിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷ്രോഡിഞ്ചേഴ്സ് ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷനും ഷ്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷനും നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ എന്താ പറയുക, എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ ഷ്രോഡിഞ്ചേഴ്സ് ടൈം എസ്പെഷ്യലി ഷ്രോഡിഞ്ചേഴ്സ് സ്റ്റഡി സ്റ്റേറ്റ് ഫോം, ടൈം ഇൻഡിപെൻഡൻറ്റ് ഫോം അപ്ലൈ ചെയ്തുകൊണ്ട് ചില സർട്ടൺ സിംപ്ലസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മളിത് അപ്ലൈ ചെയ്തുകൊണ്ട് റിസൾട്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമമാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള സർട്ടൺ സിറ്റുവേഷൻസ് ആണ് ആദ്യം നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ വരുമ്പോൾ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്മൾ ഒരു ഹൈഡ്രജൻ ആറ്റം പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യും. എന്നിട്ട് അതിൻ്റെ എനർജി ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കും. അപ്പോൾ നമ്മൾ അതുപോലെ വേവ് ഫങ്ഷൻസും കണ്ടുപിടിക്കും. അപ്പോൾ നമ്മളിവിടെ അതിന് മുന്നോടിയായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന മിക്ക ടെക്സ്റ്റ് ബുക്കുകളിലും കോമൺ ആയിട്ട് കാണുന്ന ചില ഐഡിയൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴും ഈ ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് വളരെ ഐഡിയലൈസ്ഡ് ആണ്. ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം കാണുന്ന എക്സാമ്പിൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. റിയൽ ലൈഫ് എക്സാമ്പിളുകളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ അപ്ലിക്കബിലിറ്റി കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു സിറ്റുവേഷനാണ് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് വളരെ വൺ ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് കൈകാര്യം ചെയ്യുന്നത്. വൺ ഡയമെൻഷണൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ പ്രോബ്ലം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഷ്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു വൺ ഡയമെൻഷണൽ ഫോമിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫേമസ് പ്രോബ്ലം, മിക്ക ടെക്സ്റ്റ് ബുക്കുകളിലും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ മിക്ക ടെക്സ്റ്റ് ബുക്കുകളിലും നിങ്ങൾക്ക് കാണാവുന്ന ഒരു ഐഡിയൽ പ്രോബ്ലം എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്. അതായത് ഒരു വൺ ഡയമെൻഷണൽ ബോക്സ് കൺസിഡർ ചെയ്യാം. വൺ ഡയമെൻഷണൽ ബോക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലായി. അതായത് പാർട്ടിക്കിൾ ഈസ് ട്രാപ്ഡ് ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. അത്തരത്തിലുള്ളൊരു പ്രോബ്ലം നിങ്ങൾക്ക് ഒരിക്കലും റിയൽ ലൈഫിൽ കാണാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് റിയൽ ലൈഫ് പ്രോബ്ലത്തിലേക്കുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാൻ കുറച്ചും കൂടി നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ അപ്ലിക്കബിലിറ്റി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ റിയലിസ്റ്റിക് സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള ചില ഐഡിയലിസ്റ്റിക് സിറ്റുവേഷൻസ്, വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, വളരെ സിംപ്ലസ്റ്റ് സിറ്റുവേഷൻസ് ആണ് നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യുന്നത്. സിംപ്ലസ്റ്റ് സിറ്റുവേഷൻസ്. ഓക്കെ, സിംപ്ലസ്റ്റ് പൊട്ടൻഷ്യൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിംപ്ലസ്റ്റ് പൊട്ടൻഷ്യൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ഇതെന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. വൺ ഡയമെൻഷണൽ ബോക്സ്. വൺ ഡയമെൻഷണൽ ബോക്സ്. ഓക്കെ, ഇപ്പോൾ ഒരു വൺ ഡയമെൻഷണൽ ബോക്സ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇങ്ങനെ ഒരു വൺ ഡയമെൻഷണൽ ബോക്സ് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. എക്സ് ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഈ എൻ്റെ ബോക്സിൻ്റെ മറ്റേ എൻഡിനെ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എൽ. അപ്പോൾ ഒരു എൽ ലെങ്ത് ഉള്ള ഒരു ബോക്സ് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ബോക്സ് ഈസ് ഇൻ വൺ ഡയമെൻഷൻ, നോട്ട് ഇൻ 3 ഡയമെൻഷൻ. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ ഒരു പാർട്ടിക്കിളിനെ പാർട്ടിക്കിൾ ഈസ് ട്രാപ്ഡ് ഇൻ എ പാർട്ടിക്കിൾ ഈസ് ട്രാപ്ഡ് ഇൻ എ one dimensional box. Particle is trapped in a one dimensional box. And this particle is a free particle in this box. Free particle means inside the box, the potential energy U is equal to 0 or constant. U is equal to 0 or constant. Okay, potential energy ഈ ബോക്സിൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ബോക്സ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ്ലി ഹാർഡ് വാൾസ് ആണ് ഈ ബോക്സ് എന്ന് വിചാരിക്കുക. ബോക്സിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്
അവിടെ these boundary are made up of infinitely long, infinitely high, hard walls. Hard walls means ഇത് രണ്ടിലും രണ്ട് ബൗണ്ടറിയിൽ അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ പൊട്ടൻഷ്യൽ എനർജി U ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി അറ്റ് ദ വാൾസ്. ഇപ്പോൾ ഒരു പാർട്ടിക്കിള് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ഫ്രീ പാർട്ടിക്കിൾ ബോക്സിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിന് ഒരിക്കലും ഈ ബൗണ്ടറി ക്രോസ് ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റില്ല. രണ്ട് ബൗണ്ടറിയും ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ പാർട്ടിക്കിൾ ഇവിടെ എന്താ പറയുക, ബൗണ്ടറിയിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വീണ്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ ട്രാപ്പ് ചെയ്ത് എന്താ പറയുക പാർട്ടിക്കിൾ മൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. അതായത് ബൗണ്ടറിയിൽ തട്ടി തിരിച്ചു വരുന്നു, ഈ ബൗണ്ടറിയിൽ തട്ടുന്നു, ബൗണ്ടറി 1ഉം ബൗണ്ടറി 2ലും തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് പാർട്ടിക്കിൾ ഈസ് സെറ്റ് ടു ബി ഫ്രീ. നമ്മുടെ ഒരു കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇത്തരം ബൗണ്ടറീസിൽ ഈ പാർട്ടിക്കിളിൻ്റെ കൊളീഷൻ എന്ന് പറയുന്നത്, കൊളീഷൻ കൊണ്ട് എനർജി ലോസ് സംഭവിക്കുന്നില്ല. അത് ദർ വിൽ ബി നോ എനർജി ലോസ്. ഇതൊക്കെ നമ്മളുടെ അസംഷൻസ് ആണ്. There will be no energy loss with loss for the particle with the collision of walls, with the collision of walls. ഇതൊരു നമ്മളുടെ അസംഷനാണ്. Okay, so particle is trapped in a one-dimensional box with infinitely hard walls. അപ്പോൾ നമ്മളുടെ ചില അസംഷൻസ് എന്താ, ഇതൊരു വൺ ഡയമെൻഷണൽ ബോക്സ് ആണ്, ഇതിൻ്റെ ലെങ്ത് L ആണ്. എ പാർട്ടിക്കിൾ ഈസ് ട്രാപ്ഡ് ഇൻ വൺ ഡയമെൻഷണൽ ബോക്സ് വിത്ത് ഇൻഫൈനൈറ്റ്ലി ഹാർഡ് വാൾസ് ആൻഡ് പാർട്ടിക്കിൾസ് ഡസ് നോട്ട് ലൂസ് എനർജി വിത്ത് the collision of the walls. So if a particle is trapped in a box, it will be always within the box. It cannot penetrate from this box. It cannot penetrate towards through the boundary. Okay, it cannot penetrate through the boundary. ഇതാണ് നമ്മളുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനൊരു പ്രോബ്ലത്തിൽ, ഇങ്ങനൊരു വൺ ഡയമെൻഷണൽ പ്രോബ്ലത്തിൻ്റെ വേവ് ഫങ്ഷൻസും എനർജി ഐഗൺ വാല്യൂസും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കലി നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി U is equal to 0 for 0 less than x less than L and U is equal to infinity for x less than or equal to 0 and x greater than or equal to L. ഇതാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ എനർജി. നമ്മളുടെ ഈ ഒരു പ്രോബ്ലത്തിൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് തന്നേക്കുന്നത് ഇതാണ് കണ്ടീഷൻ. ഓക്കെ, സോ ദിസ് ഈസ് ദ പ്രോബ്ലം. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മിക്ക ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളിലും കാണുന്ന വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് പ്രോബ്ലമാണ് പാർട്ടിക്കിൾ ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ്. ഇത് നമ്മൾ ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇൻഫൈനൈറ്റ് സ്ക്വയർ വെൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അങ്ങനെയും പറയാറുണ്ട്. നമുക്ക് നമ്മളുടെ പ്രോബ്ലം ഇതാണ്. x is equal to 0, x is equal to L, u is equal to infinity, ഇവിടെ u is equal to infinity, ഇവിടെ u is equal to 0. ഇതാണ് നമ്മളുടെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. steady state form of Schrodinger's equation, the time independent Schrodinger equation. Steady state form of Schrodinger's equation
is നമുക്ക് എങ്ങനെ എഴുതാം d square psi of x by dx square plus 2m by h cross square into e minus u e into psi of x is equal to 0. Okay, here u is a function, psi is a function of x only. നമുക്കറിയുന്നതാണ്, വൺ ഡയമെൻഷനിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവിന് പകരം കംപ്ലീറ്റ് ഫസ്റ്റ് എന്താ പറയുക ഓർഡിനറി ഡെറിവേഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ആൻഡ് u is equal to 0 inside the box. Inside the box. So for 0 less than or equal to x less than or equal to L, we can write d square psi by dx square plus 2me divided by h cross square into psi is equal to 0. This is equation number 1 നോടുക, ഇത് equation number 2 നോടുക. ഓക്കെ, ക്ലിയർ ആയി. അപ്പോൾ അത് കിട്ടി. നമ്മളുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് d square psi by dx square plus 2me divided by h cross square into psi is equal to 0. Equation number 2. ഇതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഓക്കെ, ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് ജനറൽ d square psi by dx square പ്ലസ് ഈ 2me ഡിവൈഡ് ബൈ h cross square എന്നുള്ളതിന് പകരം k square എന്ന് കൊടുക്കുക, k square psi എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ടെക്നിക്ക് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നതാണ്. ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുമ്പോൾ രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും. നമുക്ക് ഇങ്ങനെ എഴുതാം, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയാലും എം സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ എന്ന് എഴുതാം. സോ എം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ കെ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് psi is equal to some constant e raised to minus ikx plus ikx d e raised to minus ikx എന്നുള്ള രൂപത്തിലാണ് നമ്മൾ എഴുതുക. ഇതൊരു e raised to i theta, e raised to ikx എന്ന് പറയുന്നത് cos kx plus i sin kx എന്നുള്ള രൂപത്തിലൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ കോസ് തീറ്റയുടെയും സൈൻ തീറ്റയുടെയും രൂപത്തിൽ എഴുതിയ റിയൽ ടേം ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് a sin kx plus b cos kx എന്ന് എഴുതാം. So the solution of equation number 2 is a sin root 2me divided by h cross into x plus psi of x is equal to b cos root 2me divided by h cross into x എന്നുള്ള രൂപത്തിൽ എഴുതാം. ഇക്വേഷൻ നമ്പർ 2a എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. വേവ് ഫംഗ്ഷൻ where a and b are some constants, where a and b are some constants. ഇതൊരു ജനറൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഇത്തരത്തിലുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇങ്ങനെയാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സൈനിൻ്റെയും ഒരു എന്താ പറയുക സിനൂസോയിഡൽ ഫംഗ്ഷനായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സൈനിൻ്റെയും കോസിൻ്റെയും റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. എയും ബിയും എന്ന് പറയുന്നത് രണ്ട് അൺനോൺസ് ആണ്. ആ അൺനോൺസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്തരം അൺനോൺസ് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ആ വേവ് ഫംഗ്ഷൻസിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ഉപയോഗിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ പ്രോബ്ലം എന്താണ് തന്നെയാണത്? പ്രോബ്ലം എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്, എക്സ് ഇസ് ഈക്വൽ ടു എൽ. ഇവിടെ രണ്ട് സ്ഥലത്തും ബൗണ്ടറിയിൽ പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റിയാണ്. പാർട്ടിക്കിൾ ഇതിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്തത്. അപ്പോൾ പാർട്ടിക്കിൾ ഔട്ട്സൈഡ് ദ ബോക്സ് പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, psi of x is equal to 0 at the boundaries
and also outside the box. അങ്ങനെയാണെങ്കിൽ ഒരു വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് വരാം. പാർട്ടിക്കിളിനെ ഈ ബോക്സിൽ മാത്രമേ കാണുള്ളൂ. 0 to L വരെയാണ് പാർട്ടിക്കിളിനെ കൺഫൈൻ ചെയ്തത്. അപ്പോൾ പാർട്ടിക്കിളിനെ ഔട്ട്സൈഡ് കാണാനുള്ള പ്രോബിലിറ്റി 0 ആണ്. ബൗണ്ടറിയിലെ പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ ഒരു വെൽ ബിഹേവ്ഡ് വേവ് ഫംഗ്ഷൻ ആവണമെങ്കിൽ നമുക്ക് അവിടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി 0 at x. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, psi of x is equal to 0 at x is equal to 0 and at x is equal to L. The wave function psi of x is equal to 0 at x is equal to 0 and at x is equal to L. Okay, clear? Clear? അപ്പോൾ ഇത് ക്ലിയർ ആയി. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണ്? psi of x is equal to a sin root 2me divided by h cross into x plus b cos root 2me divided by h cross x. At x is equal to 0, psi of x is equal to 0. When the 0 is equal to a sin 0 plus b cos 0. Cos 0 is 1, sin 0 is 0. So 0 plus b എന്ന്. Therefore b is equal to 0. b 0 ആയാൽ മാത്രമേ ഈ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. b 0 ആയതുകൊണ്ട് തന്നെ therefore we can write psi of x എന്ന് പറയുന്നത് ഒരു ടേം മാത്രം എഴുതിയാൽ മതി. ഈ ടേം എഴുതണ്ട. a sin root 2me divided by h cross into x എന്ന് എഴുതാം. Okay, this is equation number 3. So wave function എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഒരു 1 dimensional ബോക്സിലെ വേവ് ഫംഗ്ഷൻ ഈ രൂപത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അടുത്ത ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അറ്റ് x is equal to L എന്ത് വരും? psi of x is again 0. അപ്പോൾ at x is equal to L, psi of x is equal to again 0. അപ്പം എന്തായി? a sin root 2me divided by h cross into L is equal to 0 എന്ന് കൊടുക്കും. അപ്പോൾ a എന്തായാലും 0 ആവാൻ പാടില്ല. a 0 ആയാൽ വേവ് ഫംഗ്ഷൻ എപ്പോഴും 0 ആയി മാറും. അപ്പോൾ അത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ a നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം sin root 2me divided by h cross into L is equal to 0. Since a not equal to 0, sin root 2me by h cross into L must be 0. അപ്പോൾ സൈൻ്റെ വാല്യൂ എപ്പോഴൊക്കെയാണ് 0 ആവുക? സൈൻ്റെ വാല്യൂ 0 ആവുമ്പോൾ 0 ആവും. തീറ്റ സൈൻ തീറ്റ എന്ന് പറയുന്നത് 0 ആണ് when theta is equal to 0 and n pi where n is equal to 1, 2, 3 etc. pi, sin pi, sin 2 pi, sin 3 pi, sin 4 pi ഇതൊക്കെ സൈൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ റൂട്ട് 2me divided by h cross into L therefore is equal to n pi. ഇങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, where n is equal to where n is equal to 1, 2, 3 etc. ഓക്കെ, 0 കൊടുക്കുമ്പോൾ അത് ബൗണ്ടറി കണ്ടീഷൻ ആയിട്ട് വരും. അത് നമുക്ക് പ്രസക്തമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? റൂട്ട് 2me is equal to n pi h cross by L എന്ന് എഴുതാം. സോ 2me is equal to n pi h cross whole square by L square, that is n square pi square h cross square divided by L square, that is E is equal to, ഞാൻ അതിനെ ഒരു സഫിക്സ് n കൊടുത്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. കാരണം ഓരോ ഡിഫറെൻറ്റ് n വാല്യൂസിനും ഡിഫറെൻറ്റ് എനർജീസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇ എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇ എൻ is equal to
n square pi square h cross square divided by 2m l square എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ എനർജി ഐഗൺ വാല്യൂസ്, എനർജി ലെവൽസ് ആർ ക്വാണ്ടൈസ്ഡ്. കാരണം എന്താ, എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ അപ്പോൾ E1 എന്ന് പറയുന്നത് എത്ര വരും? പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m l സ്ക്വയർ. E2 n is equal to 2 കൊടുക്കുമ്പോൾ 4 പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m l സ്ക്വയർ. E3യോ, E3 എന്ന് പറയുന്നത് 9 പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ divided by 2m l square. E4 is 16 pi square h cross square divided by 2m l square. ഇങ്ങനെ പോകുന്നു. That means energy levels are discrete or quantized. En is proportional to n square. So energy levels are quantized. അപ്പോൾ എനർജി ലെവൽസ് ഈ രൂപത്തിൽ വരുന്ന അർത്ഥം. E1 E2 E3 ഒക്കെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. E1 ഇങ്ങനെ വന്നാൽ നമുക്ക് E1 ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക, E2 ഇത്ര വന്നു, E3 ഇത്ര വന്നു. ദേ ആർ നോട്ട് ഈക്വലി സ്പേസ്ഡ്. E4 ഇങ്ങനെ വന്നു, അങ്ങനെ പോകുന്നു. They are not equally spaced, they are proportional to n square. എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഈ രൂപത്തിൽ പാർട്ടിക്കിളിനെ ബോക്സിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എനർജി ലെവൽസ് കൃത്യമായിട്ട് എനർജി ലെവൽസ് ക്വാണ്ടൈസ് ചെയ്യുന്നത് കാണാൻ സാധിച്ചു. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഒരു ഡയറക്റ്റ് കോൺസിക്വൻസ് ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിവിടെ വീണ്ടും നമുക്ക് കിട്ടി. ഓക്കെ, സോ നമുക്ക് എനർജി ഐഗൺ വാല്യൂസ് കിട്ടി. എനർജി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് En is equal to n square pi square h cross square divided by 2m l square. ഓക്കെ, ഇത് നമുക്ക് തൊട്ട് മുമ്പ് നമ്മളിങ്ങനെ എഴുതിയ √2me ഡിവൈഡഡ് ബൈ h cross into L is equal to n pi എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ദ വേവ് ഫംഗ്ഷൻ? വേവ് ഫംഗ്ഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വേവ് ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് n വാല്യൂസ് ഉള്ളതുകൊണ്ട് സൈ n എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് കിട്ടിയത് a സൈൻ √2m En ഡിവൈഡഡ് ബൈ h ക്രോസ് ഇൻറ്റു എക്സ് എന്നാണ് നമുക്ക് കിട്ടിയത്. En നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്തായി? a സൈൻ √2m ഇൻറ്റു n സ്ക്വയർ പൈ സ്ക്വയർ h ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m l സ്ക്വയർ ഡിവൈഡഡ് ബൈ h ക്രോസ് ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ എന്ത് വരും? ഈ 2m വെട്ടിപ്പോയി. അപ്പോൾ a സൈൻ n pi h cross by L by h cross into x എന്ന് വരും. So the result will be a sin n pi x by L. Psi n of x is equal to the wave function psi n of x is equal to a sin n pi x by L. Okay. അപ്പോൾ psi 1 എന്ന് പറയുമ്പോൾ n is equal to 1 കൊടുക്കുക. psi 2 psi 3 psi 4 അങ്ങനെ നമുക്ക് എല്ലാത്തിനെയും റെപ്രസെൻറ്റ് ചെയ്യാം. a sin pi x by L ആണ് psi 1 വരിക. psi 1 എന്ന് പറയുന്നത് a sin pi x by L. psi 2 എന്ന് പറയുന്നത് a sin 2 pi x by L. psi 3 എന്ന് പറയുന്നത് a sin 3 pi x by L and so on. ഈ രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ വേവ് ഫംഗ്ഷൻസും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ജനറൽ വേവ് ഫംഗ്ഷൻ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുക്കാം. പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം കണ്ടുപിടിക്കാനുള്ളത്, എ എന്ന് പറയുന്ന അൺനോൺ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല.
നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സിൽ ഉപയോഗിക്കുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വെൽ ബിഹേവ്ഡ്, സിംഗിൾ വാല്യൂഡ് ആൻഡ് നോർമലൈസബിൾ. നോർമലൈസബിൾ ആണ്. നോർമലൈസബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ കൊടുത്തിട്ട് അത് നോർമലൈസേഷൻ കണ്ടീഷൻ നമുക്കറിയാം, ദാറ്റ് മീൻസ് ദ ടോട്ടൽ പ്രോബിലിറ്റി ഈസ് 1. ആ കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നോർമലൈസ് ചെയ്താൽ എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. To find out A. Normalization of the wave function. Normalization of wave function. എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ -∞ ടു +∞ മോഡ് സൈ സ്ക്വയർ dx ഈസ് ഈക്വൽ ടു 1. 1 ഡയമെൻഷണൽ കേസിൽ എങ്ങനെയാണ് എഴുതുന്നത്? പക്ഷേ നമുക്കറിയാം നമ്മളുടെ പ്രോബ്ലത്തിൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് x=0 തൊട്ട് x=L വരെയുള്ളൂ. ഇവിടെയൊക്കെ സൈസ് 0 ആണ്, വേവ് ഫംഗ്ഷൻ 0 ആണ്. ഔട്ട്സൈഡ്, ഇൻസൈഡ് മാത്രമേ വേവ് ഫംഗ്ഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കണ്ടീഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to L psi a square modulus a square sin square n pi x by L into dx is equal to 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് മോഡുലസ് എ സ്ക്വയർ നമുക്ക് പുറത്തേക്ക് എടുക്കാം. മോഡുലസ് എ സ്ക്വയർ ഇൻ്റഗ്രൽ 0 to L sin square n pi x by L into dx is equal to 1. So modulus a square into integral 0 to L sin square ന് പകരം 1 sin square theta എന്ന് പറയുന്നത് 1 minus cos 2 theta by 2 എന്ന് കൊടുക്കാം. അപ്പോൾ 1 minus cos 2 n pi x by L whole divided by 2 into dx is equal to 1. ഓക്കെ, ക്ലിയർ? അപ്പോൾ അത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വരും. മോഡുലസ് എ സ്ക്വയർ ബൈ 2 പുറത്തേക്ക് എടുക്കുക. ഇൻ്റഗ്രൽ 0 to L dx മൈനസ് integral 0 to L cos 2n pi x by L into dx is equal to 1. So modulus a square divided by 2 bracket integral dx എന്ന് പറയുന്നത് x, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക 0 to L. കോസിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് സൈൻ ആണ്. അപ്പോൾ സൈൻ 2n pi x by L divided by 2n pi by L എന്ന് വരും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക 0 to L, that is equal to 1. നമുക്ക് എന്ത് വരും? മോഡുലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 L minus 0 minus L divided by 2n pi sin 2n pi x ന് L എന്ന് കൊടുക്കുക, n pi L by L minus sin 0 എന്ന് കൊടുക്കുക. That is equal to 1. Sin ഈ L ലിമിറ്റ് പോയി sin 2n pi എത്ര വരും? ഇത് 0 വരും. sin 0 0 വരും. അപ്പോൾ എന്തായി? മോഡുലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into L is equal to 1. So therefore modulus a square is equal to 2 by L എന്ന് വരും. 2 Lഉം 2 ഒക്കെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ മോഡുലസ് എ സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം സിംപിളി എ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 by L എന്ന് കൊടുക്കാം, റിയൽ ആയതുകൊണ്ട്. സോ എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by L. ഇതാണ് നോർമലൈസേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോർമലൈസേഷൻ കോൺസ്റ്റൻറ്റോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മളുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്
psi n of x is equal to root 2 by n sin n pi x by l എന്ന് വരും. ഇതാണ് the normalized wave function for a particle in a box. Normalized wave function for the particle for the free particle in a box, in a one-dimensional box. Okay, ഇതാണ് നമുക്ക് കിട്ടിയത്. എനർജി ഐഗൺ വാല്യൂ, കറസ്പോണ്ടിങ് എനർജി ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് En is equal to n square pi square h cross square divided by 2m l square എന്ന് പറയും. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. പാർട്ടിക്കിളിൻ്റെ പ്രോബബിലിറ്റി, വേവ് ഫംഗ്ഷൻ്റെ പിക്ചോറിയൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് നടത്തണം. പ്രോബബിലിറ്റിയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തണം. പ്രോബബിലിറ്റി എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷനും മൊമെൻറ്റും ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ അടുത്ത ലെക്ചറിലും കൂടി കണ്ടിന്യൂ ചെയ്യും. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.